الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله السميع العليم من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم، وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും കഴിവിൻ്റെ പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരണം നമ്മെ പിടികൂടിയാലും അവൻ്റെ തൃപ്തിക്കും അനുഗ്രഹത്തിനും അർഹരാകുന്ന വിധത്തിൽ തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ചില നടപടിക്രമങ്ങളിലൂടെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു നൽകിയ 3 വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ അക്കോമഡേഷൻ ഉണ്ട്, താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. മതാഉൻ, അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും ഈ ഭൂമിയിലുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. മൂന്നാമത്തെ വാഗ്ദാനം മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രമുള്ളതാണ്. അത് ഹുദൻ, എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സന്മാർഗവുമായി പ്രവാചകന്മാർ വരും, സന്മാർഗം വരും. ഫമൻ തബിഅ ഹുദായ, ആ സന്മാർഗം ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവർക്ക് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ലാത്ത സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. പിതാവിനെ ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത് അങ്ങോട്ട് തിരിച്ചെത്തുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിത
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മാർഗദർശനം മനുഷ്യർക്ക് നൽകും. അത് മനുഷ്യർ എവിടെയൊക്കെ സംഘടിതമായി ജീവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അഥവാ അള്ളാഹു അവന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ. ഈ സ്വർഗത്തിലേക്കുള്ള വഴി ദുനിയാവിലെ വിഭവങ്ങളും അധ്വാനിച്ചാൽ മാത്രമേ കിട്ടൂ. ദുനിയാവിൽ വിഭവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് ചില ജീവജാലങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് പോലെ നമുക്ക് എത്തിച്ചു തരികയില്ല. കടലിന്റെ അടിയിൽ പാറപ്പുറത്ത് വായ തുറക്കാനും അടക്കാനും മാത്രം കഴിയുന്ന ഏകശൽ ജീവികളുണ്ട്. അവയ്ക്ക് നിന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ടോ ബേക്കോട്ടോ ചലിക്കാൻ സാധ്യമല്ല. അവയ്ക്ക് അള്ളാഹു കൊടുത്ത ആകെയുള്ള കഴിവ് വായ തുറക്കുക അടക്കുക എന്നതാണ്. കോടിക്കണക്കിന് ഏകശൽ ജീവികൾക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നവനാണ് അള്ളാഹു. അത് ആ ജീവി അധ്വാനിച്ചിട്ടല്ല. മനുഷ്യൻ അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ദുനിയാവിലെ ഭക്ഷണത്തിനും വിഭവങ്ങൾക്കും അധ്വാനിക്കണം, പരലോകത്തിനു വേണ്ടിയും അധ്വാനിക്കണം. രണ്ടിൻ്റെയും വഴിയിൽ പ്രയാസങ്ങളുണ്ട്. സ്വർഗത്തിലേക്ക് ഉള്ള വഴിയുടെ പ്രയാസത്തെപ്പറ്റി വിശദീകരിച്ചപ്പോ അള്ളാഹു ഉപയോഗിച്ചൊരു പദമുണ്ട്, ഫലഖ്തഅമൽ അഖബ. അവന് ഞാൻ കണ്ണ് നൽകി, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. സന്മാർഗവും ദുർമാർഗവും ഒക്കെ കൊടുത്തു. എന്നിട്ടും സ്വർഗത്തിലേക്കുള്ള മലമ്പാത അവൻ താണ്ടി കടന്നില്ല. സ്വർഗത്തിലേക്കുള്ള ചുരമാർഗത്തിലൂടെ ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകാൻ അവൻ തയ്യാറായില്ല. സ്വർഗത്തിലേക്കുള്ള വഴി ടാറിട്ട റോഡല്ല, പൂക്കൾ വിതറിയതല്ല, മലമ്പാത എന്നാണ് ഖുർആന്റെ പ്രയോഗം. ചുരമാർഗം എന്നാണ് അതിന്റെ പരിഭാഷ. വളവും തിരിവും അപകട സാധ്യതകളും ഏറ്റവും കൂടുതലുള്ള വഴിക്കാണ് ചുരം എന്ന് നമ്മൾ പറയാം. ചുരത്തിൽ ചില സമയത്ത് കീഴ്പ്പെട്ട് നോക്കിയാൽ രണ്ടാമത് നോക്കാൻ ധൈര്യം ഉണ്ടാവില്ല. അത്രയും കിഴുക്കാൻ തൂക്കായ ഭാഗത്തുകൂടെ വാഹനം പോവാറുണ്ടെങ്കിൽ അതേ പ്രയോഗമാണ് സ്വർഗത്തിലേക്കുള്ള വഴിക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് ആ വഴിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, വാഹനങ്ങൾ മരുഭൂമിയിലൂടെ മണലിലൂടെ ഓടിക്കാവുന്ന വാഹനങ്ങളുണ്ട്. അതിൻ്റെ ടയറും അതിൻ്റെ എഞ്ചിനും അതിൻ്റെ മറ്റ് കാര്യങ്ങളും മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം അത് ഉണ്ടാക്കിയിരിക്കുന്നത് മണലിലൂടെ ഓടിക്കാനാണ്. ആ മണലിലേക്ക് ഓടാൻ വേണ്ടി ആൾട്ടോ കാറുമായി പോയാൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്കറിയാലോ. അതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി ദുർഘടമാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്. അവയൊക്കെ മറികടന്ന് വേണം സ്വർഗത്തിലെത്താൻ. വിശ്വാസപരമായ പ്രയാസങ്ങളുണ്ട്, വിശ്വാസരംഗത്ത് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുണ്ട്, കർമ്മരംഗത്ത് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുണ്ട്, വിരോധിച്ച ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ട്. അതിനൊക്കെ മനുഷ്യൻ മറികടക്കേണ്ടത് എങ്ങനെയാണ്? അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ 6 കാര്യം വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഇസ്ലാം കാര്യത്തിന്റെ പ്രചോദനം. ആ 6 കാര്യത്തിലെ വിശ്വാസം എത്രത്തോളം ബലപ്പെട്ടതാണോ അതനുസരിച്ച് ഇസ്ലാം എന്ന 5 കാര്യം നമുക്ക് എളുപ്പമാകും. വിശ്വാസം എത്ര ദുർബലമാകുന്നുവോ സ്വർഗത്തിലേക്കുള്ള പ്രയാണം അത്രയേറെ പ്രയാസകരമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലം മുമ്പ് നമ്മോട് താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനുണ്ട്. സയഅതി അലാ ഉമ്മത്തി സമാൻ. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അസ്സാബിറു ഫീഹിം അലാ ദീനിഹിം കൽ ഖാബിദി അലൽ ജം. ഒരു തീക്കട്ട എടുത്ത് പിടിച്ചവൻ അനുഭവിക്കുന്ന ശാരീരിക പ്രയാസത്തെക്കാൾ കൂടുതൽ മതം അനുസരിച്ച് ജീവിക്കുവാൻ വിശ്വാസികൾ പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി 1400 കൊല്ലം മുമ്പ് നമ്മുടെ നേതാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറഫ മൈതാനിൽ വെച്ച് ഇറങ്ങിയ ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന അറിയിപ്പ് ആ ആയത്തിറങ്ങിയെന്ന് വിശ്വാസികളെല്ലാവരും സന്തോഷിച്ചു. വളരെ പ്രയാസകരമായ മക്കീ ഘട്ടം കടന്ന് മദീനയിലൂടെ നടന്ന് അറഫയിലെത്തി ഒരാദർശത്തിന്റെ പൂർത്തീകരണത്തിന് സാക്ഷിയായതിൽ എല്ലാവരും സന്തോഷിച്ചു. എല്ലാവരും സന്തോഷിച്ച ആ ദിവസം കണ്ണുനീർ പൊഴിച്ച മനുഷ്യന്റെ പേരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ, വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പച്ചയായി പുലർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ഒരാദർശം അത് വളർന്ന് അതിന്റെ വളർച്ച പൂർത്തിയായാൽ പിന്നെ നശിക്കലല്ലേ? ഒരു ഇസ്ലാം പൂർത്തിയായി, ഏതൊരു വസ്തുവും ഒരു ചെടിയുടെ വളർച്ച പൂർത്തിയായാൽ പിന്നെന്താണ്ടാവല്? ഉണങ്ങിപ്പോകും. ഒരാദർശത്തിന്റെ പൂർത്തീകരണത്തിൽ സന്തോഷിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ ഈ ആദർശത്തിൽ നിന്ന് ആദർശത്തിന്റെ വക്താക്കൾ തന്നെ പിന്നോട്ട് പോകുന്ന ദാരുണമായ പതനത്തെ 1400 കൊല്ലം മുമ്പ് നോക്കിക്കണ്ട മനുഷ്യന്റെ പേരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം വരും. അപ്പോ എപ്പോഴാണെങ്കിലും ആദർശമനുസരിച്ചുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട പ്രചോദനം ഈമാനാണ്. ഈമാൻ പ്രബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബലഹീനതകളോടെയാണ്. പലതരം ബലഹീനതകളുണ്ട്. വിശ്വാസപരമായ മേഖലയിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ ദൗർബല്യം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ചില നിയമങ്ങളിൽ നമുക്ക് ഇളവ് തന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒന്ന് ആമന റസൂലു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. നിങ്ങളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അതിന്റെ പേരിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്ന് ആയത്തിറങ്ങിയപ്പോ വിശ്വാസികൾക്ക് വലിയ പ്രയാസമായി. കാരണം മനുഷ്യന്റെ മനസ്സിൽ പല ജാതി ചിന്തി വരുമല്ലോ, അതിനൊക്കെ ചോദ്യം ചെയ്യാൻ എങ്ങനെ രക്ഷപ്പെടും? അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ ആശ്വസിപ്പിച്ചു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യം അള്ളാഹു കൽപ്പിക്കൂല. സാധിക്കാത്ത കാര്യം ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. മനുഷ്യന് ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളെ മറികടക്കേണ്ടത് ഈമാനിലൂടെയാണ്. ആ ഈമാൻ ശക്തിപ്പെടുത്തണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭത്തിൽ പറഞ്ഞു. ഖുർആൻ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിജയിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പിൻബലം വേണം. ഖദ് അഫ്ലഹ മൻ ആമന. വിശ്വാസി വിജയിച്ചിരിക്കുന്നു. വിശ്വാസമനുസരിച്ചുള്ള ജീവിതം നിലനിർത്തണമെങ്കിൽ അതിശക്തമായ ഈമാൻ ആവശ്യമാണ്. ഒരു വിശ്വാസി രാവിലെ എഴുന്നേറ്റിട്ട് അള്ളാഹിനോട് ചോദിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. കിടക്കപ്പായലിരുന്ന് ആകാശത്തേക്ക് നോക്കി നമ്മൾ ഓതുന്ന ആയത്ത് ആലു ഇമ്രാന്റെ അവസാനത്തെ 10 ആയത്തുകളാണ്. ആ 10 ആയത്തിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. റബ്ബനാ ഇന്നനാ ആമന്നാ. റബ്ബേ, ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വിശ്വാസത്തെ ഒന്ന് തേച്ച് മിനുക്കിയിട്ടാണ് കട്ടുമെന്ന് കീഴ്പ്പെട്ട് കാല് വെക്കണതെന്ന് അർത്ഥം. അപ്പൊ വിശ്വാസം കർമ്മത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ പൂർണ്ണതക്കും അതിന്റെ വിജയത്തിനും അത്യാവശ്യമാണ്. സത്യവിശ്വാസി സുജൂദിൽ കടന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാം, റബ്ബനാ ഇന്നനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. പടച്ചവനെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വാസം അനുസരിച്ച് ജീവിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേരും നീ രേഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, സ്വഹാബികൾക്ക് നമ്മളെക്കാളുള്ള മഹത്വം എന്താ? ഇന്നത്തെ എന്തെങ്കിലും ഒരു ഉപകരണം അന്നുണ്ടോ? ഇന്നത്തെ എന്തെങ്കിലും ഒരു സൗകര്യം അന്നുണ്ടോ?
ശാസ്ത്ര സാങ്കേതിക വിവര വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇല്ല. എന്നാൽ ആ കാലഘട്ടത്തെ പറ്റി അള്ളാഹു റസൂൽ പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ്. എന്താ വിഷയം എന്നറിയോ? ഈമാൻ കൊണ്ട് പരിപക്വമായ, വിശ്വാസം കൊണ്ട് വിശ്വാസമനുസരിച്ചുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളെ സുന്ദരമായി മറികടന്ന ഒരു തലമുറ ജീവിച്ച കാലഘട്ടം എന്നല്ലാതെ വേറെന്ത് പ്രത്യേകതയുള്ളത്? നമ്മൾ ഇന്നും 1400 കൊല്ലം മുമ്പുള്ള മനുഷ്യരിലേക്ക് പോകുന്നത് എന്ത് കിട്ടാനാ? നന്മ കിട്ടാനാ. ഒരു നല്ല മനുഷ്യന്റെ ഉദാഹരണം, നീതിയുടെ, സത്യത്തിന്റെ, പടച്ചോനപ്പേടിയുടെ, തഖ്വയുടെ, ദാനധർമ്മത്തിന്റെ, സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഉദാഹരണം എന്തേ നമുക്ക് ഇവിടുന്ന് കിട്ടാത്തത്? അത് അവിടെ പോണം. അതെന്താർത്ഥം? ഈമാനികമായി പരിപക്വമായ ഒരു സമൂഹമായിരുന്നു അന്ന് ജീവിച്ചത്. ഞാൻ ഒറ്റ ഹദീസ് എന്ന് കേൾപ്പിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്കമിസ് സഫീന ഫഇന്നൽ ബഹറ അമീഖ്. നീ നിന്റെ വാഹനം, അത് കപ്പൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്, വളരെ ശക്തിപ്പെടുത്തണം. കാരണം നീ കടന്നു പോകുന്ന സമുദ്രത്തിന്റെ ആഴം വളരെ ആഴമേറിയതാണ്. ആഴമേറിയ സമുദ്രത്തിൽ അപകട സാധ്യത കൂടും. അതുകൊണ്ട് നീ നിന്റെ കപ്പൽ നന്നായി കെട്ടുറപ്പുള്ളതാക്കണം എന്ന് പറഞ്ഞു. ഈ കപ്പൽ വിശ്വാസമാണ്. വിശ്വാസപരമായി നീ ഏറ്റവും നല്ല രൂപത്തിലേക്ക് നിന്റെ ഈമാനെ പരിവർത്തിപ്പിക്കണം. അല്ലെങ്കിൽ വിശ്വാസപരമായ ചതിക്കുഴിയിൽ, എത്ര ചതിക്കുഴി സഹോദരന്മാരെ, ശിർക്കിന്റെ വ്യാപനം എത്രയാണ്! എന്തെല്ലാം കറാമത്ത് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 ദുരന്തമാണത്. ഒന്ന്, പുതുതലമുറ ഇതാണോ മതം എന്നവർക്ക് മാറി നിൽക്കും. രണ്ടാമത്തെ എന്താണെന്നറിയോ? സാധാരണക്കാരായ മനുഷ്യർ അതിൽ വഞ്ചിതരായി അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകും. ഇത് വളരെ കൂടുതൽ ഈ കാലഘട്ടത്തിലാണ്. ഇത് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ വിശ്വാസപരമായി മനുഷ്യർ അവന്റെ വിശ്വാസം ശരിയാക്കണം. കാരണം വിശ്വാസപരമായ അബദ്ധങ്ങള്, ശിർക്ക് പോലെയുള്ള വിശ്വാസങ്ങള് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അതിനെന്താ മാർഗം? അതിന് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഒരാൾ എഴുന്നേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം നിർവഹിക്കുന്ന ഇബാദത്ത് ഏതാ? ചില ആള് പറയും സുബി അല്ല, തഹജ്ജുദ് അല്ല. ഒരു മനുഷ്യൻ ഉണർന്നെണീറ്റ് ആദ്യമായി ചെയ്യുന്ന ഇബാദത്ത് ഏതാ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ചിന്തിക്കുക അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെ പറ്റി. കണ്ടോ, ഈ ആയത്തിനെ പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ആയത്ത് ഓതുകയും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം. അത് വെറുതെ ഓതിപ്പോളല്ല. അപ്പൊ ഒരു വിശ്വാസി ഒരു ദിവസത്തിന്റെ തിരശ്ശീല ഉയർത്തുമ്പോ ആ 24 മണിക്കൂർ പടച്ചവൻ ഇഷ്ടപ്പെട്ട മനുഷ്യനായി ജീവിക്കുവാൻ അള്ളാഹുവിനുള്ള വിശ്വാസം തേച്ചു മിനുക്കുന്നത് എങ്ങനെ? ആകാശഭൂമികളുടെയും രാപ്പകലിന്റെയും മാറി മാറിയുള്ള വരവിലുള്ള ദൃഷ്ടാന്തത്തെ പറ്റി ചിന്തിച്ചിട്ടാണ്. ഈമാൻ വർദ്ധിക്കണം, ചിന്ത വേണം, അള്ളാന്റെ ദൃഷ്ടാന്തത്തെ പറ്റി ചിന്തിക്കണം. രണ്ടാമത്തതോ, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തു അൻഫാലിലെ 2-ാമത്തെ ആയത്താണ്. ഇന്നമൽ മുഅ്മിനൂന. വിശ്വാസികളിൽ നിന്ന് പറയാനുള്ള യോഗ്യത ആർക്കാണ്? ഇനി പറയാൻ പോകുന്ന ആളുകൾക്ക് മാത്രമേ വിശ്വാസി എന്ന് പറയാൻ കഴിയൂ. ഇന്നമ എന്ന വാക്കിന്റെ പ്രത്യേകത ഒന്ന്, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറക്കും. എന്താ കാര്യം? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഈമാനാണല്ലോ വർദ്ധിക്കേണ്ടതല്ലേ? അതിനെന്താ വേണ്ടത്? അള്ളാഹിനെ പറ്റി കേൾക്കണം, പഠിക്കണം, ചർച്ച ചെയ്യണം. നമുക്ക് സമയമല്ല, അതിന് മാത്രം സമയമല്ല. ദുനിയാവിലൊന്നും തടസ്സമല്ല കേട്ടോ. ദുനിയാവ് ഉണ്ടാക്കാൻ നമുക്ക് ദുനിയാവിലൊന്നും തടസ്സമല്ല. എത്ര പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചത് നിങ്ങൾ ആലോചിച്ചു. കൂടെ കൊണ്ടിറക്കണി വെച്ചിട്ടല്ലേ? അതെ. എത്ര കൊല്ലം പ്രവാസിയായി? 35 കൊല്ലം. അതിന്റെ ദുനിയാവ് കിട്ടാൻ വേറെ വഴിയില്ലല്ലോ. ബളിയും കെട്ടിപ്പിടിച്ചുന്ന പൈസ കിട്ടുമോ? അത് നമുക്ക് പ്രശ്നമല്ല.
എന്നാൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിപ്പാടകലെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ ഈ കുടുംബത്തെയും നാടിനെയും വിട്ട് 3 മണിക്കൂർ പ്ലെയിനിൽ നിന്ന് ദുബായി പോയി ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ഈ മനുഷ്യന് ആ വിളിക്കുത്തരം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ബലഹീനതന്റെ പേരെന്താ സഹോദരന്മാരെ? മനസ്സിലാവില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. ദുനിയാവ് നേടാൻ നമ്മുടെ ക്ഷീണോ അലസതയോ മടിയോ ഭാര്യയെ മക്കളോ ഇരുട്ടോ വെളിച്ചോ ദൂരോ തടസ്സാവുന്നുണ്ടോ? ഇല്ല. ദീനോ പരലോകത്തിനോ ഒക്കെ തടസ്സാണ്. അല്ല, ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടല്ലേ, വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത് പോകാണ്ട് വേറെ പണിയുണ്ട്. അള്ളാഹിനെ പറ്റി പറയാനും കേൾക്കാനും ഒഴിവില്ല. നിങ്ങൾ ആലോചിക്കണം, എന്താണ് പടച്ചവനെ പറ്റി പഠിക്കുന്നതിന്റെ മഹത്വം. വീട്ടിൽ നിന്ന് അള്ളാന്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന മനുഷ്യർക്ക് അള്ളാഹ് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്നറിയോ? എന്താ സ്ഥാനം? മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അള്ളാഹ് ബാപ്പ ഇറങ്ങിപ്പോന്ന സ്വർഗത്തേക്കല്ലേ പോണ്ടിയത്? അതെ, ആ വഴി ഞാൻ എളുപ്പമാക്കും. ആർക്ക്? അള്ളാഹിനെ പറ്റി, അവന്റെ ദീനിനെ പറ്റി, അവന്റെ ഖുർആനെ പറ്റി പഠിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്നവൻ. പഠിച്ചില്ല, പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോഴത്തേന് അള്ളാഹു ചെയ്തു, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. ഒന്ന്, വീട്ടിൽ നിന്നിറങ്ങി എവിടെ നിന്നാണോ ദീൻ പഠിക്കുന്നത് അതുവരെ ഇവൻ പോകുന്ന വഴിയുടെ 2 ഭാഗത്തും മലക്കുകൾ ചിറക് താഴ്ത്തി അവനെ സ്വീകരിച്ചു കൊണ്ടുവരും. 2. മൂന്നാമത്തെ എന്താണെന്നറിയോ? ഈ ഭൂമിയിലെ മുഴുവൻ ചരാചരങ്ങളും, ചരാചരം ആലോചിച്ചോളൂ, ചരാചരം എന്താ? ജീവനുള്ളതും ഇല്ലാത്തതും. ഈ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ മണൽത്തരികൾ എത്ര സഹോദരന്മാരെ ഈ ഭൂമിയിൽ? അതിന്റെ വ്യാപ്തി നമ്മുടെ നേതാവ് പറഞ്ഞാൽ എന്താ അറിയോ? സമുദ്രത്തിന്റെ അടിയിൽ ഉറങ്ങുന്ന മത്സ്യം മുതൽ മാളത്തിൽ വിശ്രമിക്കുന്ന സർപ്പം വരെ ഖുർആൻ അള്ളാനെ ദീൻ പഠിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യുമെങ്കിൽ എത്രയാണ് ഇതിന്റെ മഹത്വം? എന്താ കാരണം? ഈമാൻ ഇല്ലാത്തവന് മുസ്ലിമായി ജീവിക്കാൻ കഴിയാം. ആ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അവനെ പറ്റി കേൾക്കുന്ന പഠിക്കുന്ന സ്ഥലത്തിരിക്കണം. അള്ളാഹുവിന്റെ മലക്കുകൾ ആ പഠിതാക്കളെ പറ്റി അള്ളാഹുവിനോട് സംസാരിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, ആ അടിമകൾ എന്നോട് എന്താണ് ചോദിക്കുന്നത്? അള്ളാഹിന്റെ മലക്കുകൾ പറയും, നിന്നോട് അവർ സ്വർഗമാണ് ചോദിക്കുന്നത്. അള്ളാഹിന്റെ ചോദ്യം, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിരുന്നെങ്കിലോ സ്വർഗം കിട്ടാൻ ഇതിനേക്കാൾ അവർ ത്യാഗം ചെയ്യുമായിരുന്നു. അവരെന്തിൽ നിന്നാണ് കാവലിനെ തേടുന്നത്? മലക്കുകളുടെ മറുപടി, നരകത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ ചോദ്യം, അവർ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിരുന്നെങ്കിലോ ഇതിനേക്കാൾ കൂടുതൽ അവർ നരകമോചനത്തിന് വേണ്ടി അധ്വാനിക്കുമായിരുന്നു. എങ്കിൽ മലക്കുകളെ നിങ്ങൾ സാക്ഷി, ഞാൻ അവിടെ പങ്കെടുത്ത മുഴുവൻ സ്ത്രീ പുരുഷന്മാർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ ഒരു മലക്കിന്റെ ഒരു സംശയം, അള്ളാഹുവേ, എവിടെ ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് വേറെ എന്തോ ഒരാവശ്യത്തിന് വേണ്ടി അവിടെ വന്നിരുന്നു, ഒരാളെ കാണാൻ വന്നതാ. അപ്പൊ പറഞ്ഞു, 5 മിനിറ്റ് കൂടിയേ ക്ലാസ് ഉള്ളൂ, എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് കാണാം എന്നവർക്ക് അദ്ദേഹം അവിടെ ഇരുന്നു. ആള് വീട്ടിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ വന്നൊന്നുമല്ല, വന്നപ്പോ അവിടെ ഇരുന്നതാ. എന്തിനാ ഇരുന്നത്? ദാണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കാണ്ടി ആളെ കണ്ടു പോവാലോ. ആ ഇരുന്ന മനുഷ്യനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? എന്താ നിന്റെ തീരുമാനം? അള്ളാഹു പറയും, അവനക്ക് പുറത്തു കൊടുത്താളി. എന്താ അതിന്റെ അർത്ഥം? ഈമാന്റെ ശക്തി ഇല്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ വഴിയിൽ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ ഉള്ള പ്രതിസന്ധികളെ മറികടന്ന് അവ ഉന്നതമായ രൂപത്തിൽ നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന വിഷയത്തിൽ അള്ളാഹ് കൊടുത്ത പ്രാധാന്യം പറഞ്ഞു. അപ്പൊ ഖുർആൻ പഠിക്കണം, അള്ളാന്റെ കലാമുമായി ബന്ധപ്പെടണം. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ തന്നെ എന്താ ചെയ്തത്? ചരിത്രം പഠിപ്പിച്ചു. വിശ്വാസത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന ആളുകൾക്കുണ്ടായ അന്തിമ വിജയം, അതിനെ തട്ടിമാറ്റി ദുനിയാവിന്റെ പിന്നാലെ പോയവർക്കുണ്ടായ അധപ്പതനവും പരാജയവും എന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നത്? 136 തവണ
ഖുർആൻ പേര് പറഞ്ഞ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന്റെ വഴിയിൽ എവിടെയൊക്കെ തളർന്നു പോകുമോ അവിടെയൊക്കെ അള്ളാഹു എടുത്തു വെച്ചത് ആരെയാണെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക്, പ്രവാചകരെ താങ്കൾ പ്രബോധനത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ മുൻഗാമിയുടെ ചരിത്രം വെക്കുന്നത് എന്ന് ഖുർആൻ. പഠിക്കണം, അപ്പോൾ ഈമാൻ വർദ്ധിക്കും. ഒന്ന്, അല്ലാഹുവിനെ പറ്റി ചിന്തിക്കണം. രണ്ട്, അവന്റെ ആയത്തുകൾ കേൾക്കാനും പഠിക്കാനും തയ്യാറാവണം. മൂന്ന്, ചരിത്രം പഠിക്കണം. അങ്ങനെ നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അതാണ്. കഅബയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തലേന്ന് രാത്രി മുസ്ലിമായതിന്റെ പേരിൽ അനുഭവിച്ച അടിയുടെയും തൊഴിയുടെയും ഉപദ്രവത്തിന്റെയും കരളലിയിപ്പിക്കുന്ന അടയാളങ്ങളുമായി ഒരു അനുയായി, ഒരു സ്വഹാബി ഓടി വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നില്ലേ പടച്ചവനോട്? അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ സഹായം തേടുന്നില്ലേ? ചോദിക്കേണ്ട ആവശ്യമല്ല, ആളെ മേത്തേക്ക് നോക്കിയാൽ മതി. എത്ര കാലം ഞങ്ങൾ ഈ അടിയും തൊഴിയും സഹിക്കണം? ശാരീരികമായ ഉപദ്രവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ മാറോട് ചേർത്തിട്ട് ചരിത്രം പഠിപ്പിക്കുക ചെയ്തത്. സഹോദര, തങ്ങൾക്ക് മുമ്പും നമുക്ക് മുമ്പും ഇവിടെ വിശ്വാസികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനേക്കാൾ കൊടിയ പരീക്ഷണം വിശ്വാസത്തിന്റെ വഴിയിൽ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. അവർ ഉപദ്രവിച്ച രീതി പറഞ്ഞു കൊടുത്തതാണ്. എന്താണ്? ഒരു മനുഷ്യനെ പകുതി മണ്ണിൽ കുഴിച്ചിട്ട് അവന്റെ തല മുതൽ അര വരെ ഈർന്ന് രണ്ട് കഷ്ണാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ ജീവനോടെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വാർന്ന് ഇറച്ചി മുഴുവൻ എടുത്തിട്ട് എല്ല് മാത്രമാക്കി നിർത്തിയിട്ടുണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞതിന്റെ പേരിൽ. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തായാലും ഈ ആദർശം വിജയിക്കും. സൻആ മുതൽ ഹദറമൗത്ത് വരെ, അറേബ്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചെന്നായി അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ ഈ ആദർശം വിജയിക്കും. അതുകൊണ്ട് അള്ളാന്റെ സഹായം ഉണ്ടാവും. സമാധാനിപ്പിച്ചത് പറഞ്ഞേക്കുക. ചരിത്രം പഠിക്കണം. എന്തിനാ? ഈമാൻ വർദ്ധിക്കാനാ. നമുക്ക് ആരെ ചരിത്രം അറിയാം? നമ്മളെ മക്കളോട് ഒരു 10 സഹാബിന്റെ, നമ്മളെ മക്കൾ നമുക്കറിയോ 10 സഹാബിന്റെ പേര്? ഒരു 10 സഹാബിന്റെ പേര് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് 10 വട്ടം പറയും, ഇത്രേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? എവിടെ ജനിച്ചത്? എത്രാമത്തെ വയസ്സിലാണ് മരിച്ചതെന്ന് വെച്ചാലോ ഒന്നാന്ന് നീറ്റ് പോകും. ഒരു ബന്ധും ഖുർആൻ അനുസരിച്ച് ജീവിച്ച സൊസൈറ്റിയുമായി സഹോദരന്മാരെ എനിക്കോ എന്റെ മക്കൾക്കോ ഇല്ല. നമ്മളെ വീട്ടിൽ എത്ര പുസ്തകമുണ്ട് സഹോദരന്മാരെ? ഒരു ചരിത്രത്തിന്, സഹാബിന്റെ ചരിത്രത്തിന്റെ പുസ്തകം. ഖുർആൻ അനുസരിച്ച് ജീവിച്ച മനുഷ്യന്മാരാ. എന്തിനാ? നമ്മുടെ ഈമാൻ പുതുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അല്ലാഹു സൂറത്തു യൂനുസിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഫിർഔന്റെയും ചെങ്കടലിന്റെയും ഇടയിൽ നിൽക്കുന്നു. മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ പോലും പറഞ്ഞു പോയി, ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. ആരാ പറഞ്ഞത്? അവിശ്വാസികളല്ല. ഇത്രയും കാലം കഠിന പരീക്ഷണത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചെടുത്ത ഒരു സൊസൈറ്റി നിർണായകമായ ഒരു ഘട്ടം വന്നപ്പോ വിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ മറന്നുപോയി, പറഞ്ഞുപോയി. മൂസ ഇനി രക്ഷല്ല. മുമ്പിൽ ചെങ്കടൽ, ബേക്കിൽ അതിനേക്കാൾ വലിയ കടൽ, ഫിറൗന്റെ സൈന്യം. ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വെച്ച് തൗഹീദ് എന്താ? ഈമാൻ എന്താ? കല്ല, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഇന്ന മഈ റബ്ബി, കടലും ഫിറൗനും അല്ല, അല്ലാഹുവാണ് എന്റെ കൂടെ ഉള്ളത്. സയഹ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരും. അടാ, കാണിച്ചു കൊടുത്തില്ലേ? കാണിച്ചു കൊടുത്തില്ലേ? ഈ ഈമാൻ ഇല്ലെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ കഴിയോ? കഴിയില്ല. അതാണ് അല്ലാഹു പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തത്. അഗ്നികുണ്ഡാരത്തിന് മുമ്പിൽ നിൽക്കുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യരൂപത്തിൽ വന്നു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹ് പറഞ്ഞയച്ചതാണ്. ഹൽ ലക ഹാജ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അഗ്നികുണ്ഡാരം പൊറിയൻ, 2 കൈയും ബാക്കോട്ട് കെട്ടിയിട്ട് ഇനി അയക്ക് എടുത്ത് എറിയണ്ടേ വേണുള്ളൂ. അപ്പോഴാണ് ചോദ്യം, ഹൽ ലക ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല, നിങ്ങൾ പോയിക്കോളി. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ. പ്രതിസന്ധി മറികടന്നില്ലേ? ഖുൽ യാ നാറു കൂനി ബർദൻ
വസലാമൻ അലാ ഇബ്രാഹിം. ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം, ഒരു ശാസ്ത്രത്തിനും വിശദീകരിക്കാൻ കഴിയാത്ത വിധം കത്തിയാളുന്ന അഗ്നി തണുപ്പായി മാറിയില്ലേ സഹോദരന്മാരെ? എന്തിനാ അത് പറഞ്ഞു തന്നത്? ഈ പ്രതിസന്ധി എന്നും ഉണ്ടാവും, ഇന്നുണ്ട്. ഒരു കഷ്ണം തുണി മതി നമ്മൾ അപമാനിക്കപ്പെടാൻ. ഒരു കഷ്ണം തുണി, അത് തലയിലിട്ട പ്രശ്ന. മനസ്സിലായോ? ഇസ്ലാം മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി വാദിച്ചാൽ മതി. ജിഹാദി എന്ന വിളിക്കുന്നത് ജിഹാദിയാണ്, തീവ്രവാദിയാണ്, താലിബാനിയാണ്. ഏത് കാലഘട്ടത്തിൽ ഉണ്ടാവും. മറികടക്കാൻ ഈമാൻ ഇല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് പഠിപ്പിച്ച ചരിത്രാണിത്. അത് അള്ളാഹു റസൂൽ ആവർത്തിച്ചു. എപ്പോ? അഹ്സാബ് യുദ്ധത്തിൽ. ലോക രാജ്യം മുഴുവനെതിരാ, മക്കയിലെയും മദീനയിലെയും മുഴുവൻ ഇസ്ലാമിക ശത്രുക്കളും ഒന്നിച്ച യുദ്ധം ഉണ്ടായിട്ടും, കൊടുങ്കാറ്റ് പോലെ പ്രതിസന്ധി കടന്നു വന്നിട്ടും അള്ളാഹുവിന്റെ റസൂലും സത്യവിശ്വാസികളും പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. തൗഹീദാണ്. ഒരു പ്രതിസന്ധിയും കുലുക്കൂല, അതിന്റെ അപ്പുറത്ത് മറികടക്കും. പടച്ചോനൊരു വഴിയാണ് ചേരും. ആ ഉറച്ച വിശ്വാസത്തിൽ സൗർ ഗുഹയിലിരിക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്ത് പോയ പിന്നെ പോണ ആളെ പേരാ. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന് പോലും പ്രയാസം ഉണ്ടായില്ലേ? അള്ളാഹുവിന്റെ റസൂലെ ഓരോന്ന് കീഴ്പ്പെട്ട് നോക്കിയാൽ നോക്കൂല. എന്താ കാരണം? നമ്മൾ രണ്ടാളല്ല, മൂന്നാമനായി അള്ളാഹു ഉണ്ട്. മൂന്നാമനായി അള്ളാഹു ഉള്ള രണ്ടാളെ പറ്റി സിദ്ദീഖ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചത്? അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? തൗഹീദ് വേണം, ഈമാൻ വേണം. സഹോദരങ്ങളെ, മതജീവിതത്തിൽ എന്നും പ്രതിസന്ധികൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ഉള്ളിലുള്ള പ്രതിസന്ധിയുണ്ട്, പുറത്തുള്ളതുണ്ട്, ഭരണാധികാരിയുടെ ഭാഗത്തുള്ളതുണ്ട്, കുടുംബത്തിൽ നിന്നുള്ളതുണ്ട്, സമൂഹത്തിൽ നിന്നുള്ളതുണ്ട്. എല്ലാത്തിനെയും മറികടക്കാൻ ഈമാൻ വേണം. അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ ഇൽമും ഖുർആനുമായുള്ള ബന്ധവും അള്ളാഹിനെ പറ്റിയുള്ള ആലോചനയും ജീവിതത്തിൽ എന്നും നിലനിർത്തണമെന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായി കരുത്ത് നേടിയിട്ടുള്ള ഏത് സാഹചര്യത്തിലും അള്ളയും റസൂലും പറഞ്ഞ രൂപത്തിൽ വ്യക്തി ജീവിതത്തെയും, കുടുംബ ജീവിതത്തെയും, സാമൂഹിക ജീവിതത്തെയും, രാഷ്ട്രീയ ജീവിതത്തെയും, രഹസ്യത്തെയും പരസ്യത്തെയും ക്രമപ്പെടുത്താൻ സാധിക്കുമാറ് ഈമാന്റെ ശക്തി അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൽ തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ഈമാനികമായ ശക്തി, വിശ്വാസപരമായ ദുർബലത, ശിർക്ക്, അതേ ശിർക്കിലേക്ക് നയിക്കുന്ന ദുശകുന വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നിന്നൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് നിരന്തരം നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മാത്രം ഉദ്ധരിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്ദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അലാ ജന്നത്തിൽ ഖുൽദ്. നമ്മുടെ നേതാവിന്റെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഈമാനൻ ലാ യർതദ്ദു, തെറ്റിപ്പോവാത്ത ഈമാൻ. ഇത് ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയിൽ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് കിട്ടാനുള്ള പണിയെടുക്കണം. ഒരാൾ പെണ്ണ് കെട്ടാതെ കുട്ടികൾ ഉണ്ടാകുന്നു പറഞ്ഞാൽ അവന്റെ ആയുസാണ് തീരുക എന്നല്ലാതെ കുട്ടികൾ ഉണ്ടാവില്ല. ആദ്യം ഞാൻ ഭൗതികമായിട്ട് അതിന് ചെയ്യാൻ പറഞ്ഞ പണി എടുത്തിട്ട് പ്രാർത്ഥിക്കണം, അല്ലേ? അതേപോലെ ഈമാൻ തന്നാലുണ്ടാവുമോ? ഈമാൻ വർദ്ധിക്കുന്ന സദസ്സിലും സന്ദർഭത്തിലും ക്രമപ്രവൃത്തമായും സിസ്റ്റമാറ്റിക്കലായി നമ്മൾ പങ്കെടുക്കണം. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. രാവിലെ തഹജ്ജുദ് കൊണ്ട് ആരംഭിച്ച് സുബഹി ജമാഅത്തായി നമസ്കരിച്ച് ഒരായത്തിന്റെ അർത്ഥമെങ്കിലും പഠിക്കണം സഹോദരന്മാരെ. അല്ലെങ്കിൽ ആ സദസ്സിൽ ഒന്ന് ഇരിക്കണം. അങ്ങനെ ഈമാനികമായ ഒരു ആവേശം,
എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. കാരണം ഈമാൻ നിങ്ങളുടെ വസ്ത്രം നുരുമ്പുന്നത് പോലെ നുരുമ്പി പോകുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനികമായ ദൗർബല്യം മതജീവിതത്തെ ഏറ്റവും കുടുസാക്കും. ഈമാൻ എത്ര ശക്തമാകുമോ മതജീവിതം എളുപ്പമാകും. അങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന സദസ്സിലും സന്ദർഭത്തിലും അതിനുള്ള സംവിധാനത്തിലൊക്കെ നമ്മൾ ബോധപൂർവം ഭാഗവക്കാവണം. ഇനിയും 2-3 കാര്യങ്ങൾ ആ ഹദീസിൽ വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിൽ കുടുംബ സമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ.